പരിശുദ്ധയമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിൽ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എന്നെ സഹായിച്ച, എന്നെ സംരക്ഷിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും അനന്തകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ശ്രീജ. തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്തിനടുത്ത് കണ്ണറവിള എന്ന സ്ഥലത്ത് നിന്നാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. 2022 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എൻ്റെ ബ്രസ്റ്റിൻ്റെ താഴെയായിട്ട് ചെറിയൊരു തടുപ്പ് കാണപ്പെടുകയുണ്ടായി. തുടർന്ന് അത് അടുത്തുള്ള ലാബിൽ ഞാൻ ചെക്ക് ചെയ്യുകയും അതിനുശേഷം ഡോക്ടറെ കാണിക്കുകയും ചെയ്തു. ബയോപ്സി റിസൾട്ടിൽ അത് ക്യാൻസർ ആണെന്ന് തെളിയുകയുണ്ടായി. തുടർന്ന് ഡോക്ടർ എനിക്ക് 8 കീമോയും 20 റേഡിയേഷനും 17 വില കൂടിയ ഇഞ്ചക്ഷനുമാണ് ചികിത്സയായിട്ട് വിധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യം സർജറിയാണ് നടന്നത്. ആദ്യമായിട്ട് ജനുവരി 2023 ജനുവരി 7-ാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടിയായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴാണ് ഞാൻ അറിയുന്നത്, മാതാവ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെയാണ് അറിഞ്ഞത് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും അതിലൂടെ എനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണ് ഇതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ ഓടി വരണമെന്ന് ആഗ്രഹമുണ്ടായി. ഹിന്ദു ആചാരപ്രകാരം ജീവിച്ചിരുന്ന ഒരു വ്യക്തി ആയതിനാൽ എനിക്കിവിടെ എത്തുവാൻ പറ്റുമോ എന്ന് എനിക്കറിയുമായിരുന്നില്ല. എന്നാൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരികയുണ്ടായി. ഓൺലൈൻ ഉടമ്പടി എടുത്ത 3-ാമത്തെ ദിവസം തന്നെ എനിക്ക് വളരെ തിരക്കൊന്നുമില്ലാതെ എനിക്ക് മാതാവിനെ കാണണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് മുൻപ് എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ മദർ തെരേസാമ്മയുടെ ഒരു പ്രത്യക്ഷപ്പെടലിന് എനിക്ക് അങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ എനിക്ക് അത് എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് മാതാവിനെ കാണണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇവിടെ വന്നപ്പോൾ മുൻപിലുള്ള ആൾത്താരിലിരിക്കുന്ന മാതാവിനെയാണ് ഞാൻ കണ്ടത്. പിന്നീടാണ് എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ കണ്ട മാതാവല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അകത്തേക്ക് കയറി വന്നപ്പോഴാണ് എൻ്റെ അമ്മയെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടത്. തുടർന്ന് ഇവിടുത്തെ കൗണ്ടർ അടച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് വിശദീകരിച്ച ഉപ്പും തേനും എല്ലാം തന്ന് എനിക്ക് പ്രാർത്ഥനാ പുസ്തകവും ഒരു ജപമാലയും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ഞാൻ പോവുകയും എൻ്റെ സർജറി 2023 ജനുവരി 13-ാം തീയതി നടന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് കിട്ടിയ നേർച്ച വസ്തുക്കളാണ് എടുത്തു വെച്ചത്. അവിടെ കിടന്നുകൊണ്ട് തന്നെ ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നോക്കി ചൊല്ലുകയും വീട്ടിൽ വന്നതിന് ശേഷവും അത് തുടരുകയും ചെയ്തു. അച്ഛൻ്റെ എല്ലാ ധ്യാനവും പ്രാർത്ഥനയും എല്ലാം ഞാൻ കൂടുമായിരുന്നു. അപ്പോൾ അച്ഛൻ മൗനം പാലിക്കുക എന്നുള്ളതായിരുന്നു മാതാവിലൂടെ കിട്ടിയ നിർദ്ദേശം എന്ന് പറയുവാറുണ്ടായിരുന്നു. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ മിക്കവാറും പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 4 കീമോയും കഴിഞ്ഞു. 4-ാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും ഒരു സർജറി ആവശ്യമാണ് എന്ന്. അപ്പോൾ വീണ്ടും ഇവിടെ വരണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുവാനായിട്ട് ഇവിടെ എത്തി. അപ്പോഴാണ് ജോസഫ് അച്ഛനെ എനിക്ക് കാണാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ സന്തോഷം ഞാൻ അറിഞ്ഞത്. എനിക്ക് അകലിൽ നിന്നാണെങ്കിലും അച്ഛനെ ഒന്ന് കണ്ടാൽ മതി എന്ന ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ സത്യത്തിൽ ഇവിടെ എത്തിയത്. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛനെ കാണാനായിട്ട് ഇവിടെ മുട്ടിക്കുത്തി നിന്നിരുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഞാൻ ക്യാൻസറാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഉടമ്പടി ഓൺലൈൻ എടുത്തുകൊണ്ടായിരിക്കാം ആണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എനിക്ക് ക്യാൻസർ ആണെന്നുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു സങ്കടവും എനിക്കുണ്ടായിരുന്നില്ല. ഇവിടെ ഞാൻ മുട്ടുകുത്തിയിരുന്ന സമയത്ത് കൂടുതലും വളരെയധികം ഏങ്ങലടിച്ചാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് അച്ഛനെ കാണാൻ പറ്റും, അച്ഛൻ എന്നെ അനുഗ്രഹിക്കും. അച്ഛനെ ഇത്രയും മാതാവിനെ എങ്ങനെയാണ് അച്ഛൻ കണ്ടത്, അച്ഛന് മാതാവിൻ്റെ മുമ്പിൽ മാതാവിനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാനാണ് ഞാൻ കൂടുതലും ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ വീണ്ടും തിരിച്ചു പോവുകയും എനിക്ക് വീണ്ടും എനിക്ക് സർജറി വീണ്ടും ആവശ്യമില്ല എന്ന് RCCയിൽ നിന്ന് അറിയിക്കുകയും ചെയ്തു. വീണ്ടും കീമോ എല്ലാം പൂർത്തിയാകുകയും 20 റേഡിയേഷനും
17 ഇഞ്ചക്ഷനും പൂർത്തിയായിരുന്ന സമയത്തൊന്നും എനിക്ക് ക്യാൻസർ ആണ് എന്നുള്ള ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നില്ല. മറിച്ച് ജീവിതത്തിൽ അത്രയും നാളും ഉണ്ടായ എല്ലാ സങ്കടങ്ങളെക്കാളും എനിക്കെപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു. ആത്മീയമായിട്ട് ഞാൻ വളരെയധികം ഉയർന്നു. എനിക്ക് യാതൊരുവിധ സങ്കടവും ഉണ്ടായിരുന്നില്ല. എനിക്ക് ക്യാൻസർ ആണെന്നുള്ളത് അറിഞ്ഞിരുന്ന സമയത്തും ഒന്നും ആ ഒരു ചികിത്സാ സമയത്ത് എൻ്റെ മുടിയെല്ലാം പോകുകയുണ്ടായപ്പോഴും എനിക്ക് യാതൊരുവിധ വിഷമവും ഉണ്ടായിരുന്നില്ല. മറിച്ച് ഞാൻ ഒരു വളരെ വലിയൊരു സന്തോഷത്തിൽ തന്നെയായിരുന്നു. അതാണ് എനിക്ക് ക്യാൻസർ എന്ന രോഗത്തിനേക്കാളും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ആ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം ഞാനിവിടെ എത്തിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആത്മീയമായിട്ട് ഉയരുവാൻ സാധിച്ചതിന് മാതാവിനോട് തിരുക്കുമാരനോടും അനന്തകോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 118 6-ാം തിരുവചനം. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. ശ്രീജമോൾ എന്ന ഈ സഹോദരി തൻ്റെ ക്യാൻസർ രോഗാവസ്ഥയിലാണ് പരിശുദ്ധ കൃപാസന മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത്. മകൾ സർജറിയും കീമോയിലേക്കുമൊക്കെ പോകുന്ന അവസരത്തിൽ കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുമ്പോൾ എവിടെ എന്നൊന്നും വലിയ ഗ്രാഹ്യമില്ലാതെ ആദ്യമത് അന്വേഷിച്ച് ഓൺലൈൻ ഉടമ്പടി മകളത് എടുത്തുകൊണ്ടാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കിട്ടി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന അറിഞ്ഞപ്പോൾ ഇത് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടമാണെന്ന് മനസ്സിലായി. ജോസഫ് അച്ഛന് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് പെട്ടെന്ന് തന്നെ വിശ്വസിക്കുവാൻ സാധിച്ചു. എന്നിട്ട് എൻ്റെ മനസ്സിൽ രോഗത്തെക്കുറിച്ച് ഒരു സങ്കടവും ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും സന്തോഷത്തോടുകൂടി അമ്മയുടെ കരങ്ങളിൽ എൻ്റെ രോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഏറെ ദുരിതമുള്ള രോഗാവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയത്. എങ്കിലും ഒരിക്കലും ഞാൻ കരഞ്ഞിട്ടില്ല, ഒരിക്കലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, ഒരിക്കലും നിരാശപ്പെട്ട് ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്ക് അമ്മ മാതാവിൻ്റെ സംരക്ഷണം വല്ലാതെ ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ഇവിടെ പറന്നെത്തണമെന്ന ആഗ്രഹത്തോടു കൂടി കൃപാസനത്തിലേക്ക്, രോഗാവസ്ഥയാണ്, നിവൃത്തിയില്ല എങ്കിലും ഭർത്താവുമായി ചേർന്ന് ഇവിടെ അണഞ്ഞത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ക്ലാസ്സുകളൊക്കെ കേട്ട് താഴെ ഇറങ്ങി വരുമ്പോൾ അച്ഛനെ കാണുവാനുള്ള ടോക്കൺ കിട്ടി. അതൊട്ടും പ്രതീക്ഷിക്കാതെയാണ് അത് സ്വീകരിക്കുന്നത്. കാരണം അച്ഛനെ ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് കരുതി മകൾ ഈ ആലയത്തിൽ വരുന്നു. അത് ഇവിടെ അച്ഛനെ അടുത്ത് കാണുവാനുള്ള ടോക്കൺ കിട്ടി. മകൾക്ക് രോഗത്തെക്കുറിച്ചൊന്നും അച്ഛനോട് പറയാനില്ല, രോഗം സൗഖ്യപ്പെടണമെന്ന് അച്ഛനോട് പ്രാർത്ഥിക്കാനുമില്ല. മാതാവിനെ അച്ഛൻ എങ്ങനെ കണ്ടു, അച്ഛനോട് മാതാവ് എന്ത് പറഞ്ഞു, അച്ഛനെന്ത് പറഞ്ഞു, ഇത് ചോദിക്കണമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് മുട്ടുകുത്തി പിന്നെ എങ്ങനെയടിച്ച് നിലവിളി മാത്രമേ ഉണ്ടായുള്ളൂ. ഇതാണ് മകൾ പറയുന്നത്. സാക്ഷ്യത്തിൽ ആവർത്തിച്ച് പറയുന്നത്, ഞാൻ ഒരിക്കലും എൻ്റെ രോഗത്തിൻ്റെ സൗഖ്യത്തെ കണ്ടുകൊണ്ടല്ല ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അല്പം കൂടി ഈശോയെ സ്നേഹിക്കാൻ, മാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിക്കാൻ, അല്പം കൂടി ആത്മീയ വിശുദ്ധിയിൽ വളരുവാൻ വേണ്ടിയാണ് ഞാൻ ഓരോ തവണയും ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നത്. 8ാമത്തെ പുതുക്കലാണിത്. ഓരോ തവണയും ഇവിടെ വന്ന് അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് സന്തോഷത്തോടെ മാതാവിൻ്റെ സംരക്ഷണവുമായി തിരികെ പോകുന്ന മകൾ ഇന്ന് സാക്ഷ്യം പറയുവാൻ വരുമ്പോഴും മകൾ പറയുന്നത്, എൻ്റെ രോഗകാലത്ത് ഞാൻ അനുഭവിച്ച സന്തോഷത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ പോലും സങ്കടപ്പെട്ടോ നിരാശപ്പെട്ടോ ഞാൻ എൻ്റെ രോഗത്തിൽ മുന്നോട്ട് പോയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ദൈവികമായ സന്തോഷം അനുഭവിച്ചത് എൻ്റെ രോഗകാലത്തായിരുന്നു. കാരണം അമ്മ മാതാവ് എന്നെ പൊതിഞ്ഞു പിടിച്ചതുപോലെ എപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം എത്ര കണ്ട് ഉൾക്കരുത്തും ജീവിതത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾക്ക് ക്ലാരിറ്റിയും തരുന്നുവെന്ന് മകളുടെ വാക്കുകളിൽ സൂചിപ്പിക്കുകയാണ്. ഭൗതികമായ ഒരു നേട്ടം, മകളെ സംബന്ധിച്ച് രോഗസൗഖ്യം എന്നതിനേക്കാൾ ഉപരി മകൾക്ക് ആത്മീയമായി ലഭിക്കുന്ന കാഴ്ചപ്പാടുകൾ, അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം, അത് ഉടനടി വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ സന്തോഷത്തിൽ ജീവിതത്തെ സമർപ്പിക്കുവാനുള്ള സന്നദ്ധത, അതിലൂടെ ലഭിക്കുന്ന ദൈവകൃപയിൽ ആശ്രയിക്കുവാനുള്ള വലിയ മനസ്സ്, അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. കടന്നുപോയ പീഡനപർവ്വങ്ങൾ മുഴുവനും, രോഗത്തിൻ്റെ ക്ലേശങ്ങളും ചികിത്സയുടെ വൈഷമ്യങ്ങളും എല്ലാം അതൊന്നും ബാധിക്കാതെ
സന്തോഷത്തോടെ പറയും, എൻ്റെ അമ്മയെ കണ്ടെത്തുവാൻ ഈ രോഗം എനിക്ക് കാരണമായി. ഞാൻ രോഗിണിയായപ്പോൾ ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ടു, അമ്മയുടെ തിരുനടയിലെത്തി, ഒരു പുതിയ ജീവിതം അതിലൂടെ അമ്മ മാതാവ് എനിക്ക് നൽകുകയും ചെയ്തു. ഇത് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ്. ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം ആത്മീയമായ കൃപയുള്ള വളർച്ചയ്ക്ക് വേണ്ടി അമ്മയുടെ സന്നിധിയിൽ നമ്മളെ തന്നെ ഉടമസ്ഥപ്പെടുത്തുക. അമ്മ മാതാവ് നമ്മളെ സഹായിക്കട്ടെ. ഈശോനാഥൻ നമ്മുടെ ജീവിതത്തിന് എപ്പോഴും വെളിച്ചവും കരുത്തുമായി കൂടെ ഉണ്ടാവട്ടെ. ഈ മകൾക്ക് ലഭിച്ച എല്ലാ നല്ല അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.